മാസപ്പടി കേസിൽ ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചടുല നീക്കങ്ങളാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. കരിമണൽ കമ്പനി CMRLലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. ചീഫ് മാനേജർ P. സുരേഷ് കുമാറിനും മുൻ കാഷ്യർ വാസുദേവനും നോട്ടീസ് നൽകി. വിനീത വിജിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിനീത, എന്തൊക്കെയാണ് ഇഡി നീക്കത്തിന്റെ വിവരങ്ങൾ? ഉന്മേഷ്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവുമായി ഇഡി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ തുടർ നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ന് 2 ഉദ്യോഗസ്ഥർക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ചീഫ് ജനറൽ മാനേജർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. P. സുരേഷ് കുമാറാണ്. കമ്പനിയുടെ സെക്രട്ടറി സ്ഥാനം കൂടി വഹിക്കുന്നത് സുരേഷ് കുമാർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുരേഷ് കുമാറിനാണ് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി ഇന്ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട CMRLന്റെ മുൻ ഉദ്യോഗസ്ഥരിലേക്കും ഇഡിയുടെ ഒരു അന്വേഷണം എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു നടപടി എന്ന രീതിയിലാണ് മുൻ ക്യാഷ്യറായ വാസുദേവനും നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇരുവരോടും കൊച്ചിയിലെ ഓഫീസിൽ ഇന്ന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇരുവരും അല്പസമയത്തിനകം കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. വളരെ വിശദമായി ഇവരെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. ഇന്നലെ ഇഡിയുടെ നിർദ്ദേശപ്രകാരം 3 ഉദ്യോഗസ്ഥർ, അതായത് CFO ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ, ഒപ്പം തന്നെ IT വിദഗ്ധയായ IT ഉദ്യോഗസ്ഥരായ അഞ്ജു റേച്ചൽ കുരുവിള, ഒപ്പം മാനേജർ ചന്ദ്രശേഖരൻ എന്നിങ്ങനെ 3 ഉദ്യോഗസ്ഥരെയാണ് ഇഡി കഴിഞ്ഞ 24 മണിക്കൂർ അവരെ ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളൊക്കെ ഈ ഉദ്യോഗസ്ഥരോട് ഹാജരാക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ രേഖകളൊക്കെ വളരെ വിശദമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് കൂടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഉന്മേഷ്, വിനീത, ഇപ്പോൾ ഈ എക്സാലോജിക്കുമായുള്ള ഇടപാടിന്റെ വിശദാംശങ്ങളാണല്ലോ, അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ അന്വേഷണം. എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ഇഡി ശ്രമിക്കുന്നത് വിനീത? തീർച്ചയായും ഉന്മേഷ്, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL, അതായത് ചെയ്യാത്ത സേവനത്തിന് 1,72 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഒപ്പം തന്നെ 80 ലക്ഷം രൂപ ലോൺ ഇനത്തിലും എക്സാലോജിക്കിന് CMRL നൽകിയെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ, ഇത് ഏത് തരത്തിലാണ് ഈ പണം നൽകിയിരിക്കുന്നത്, ഈ സാമ്പത്തിക ഇടപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ CMRLലെ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോട് ഇഡി പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ എക്സാലോജിക്കുമായി കൊണ്ടുള്ള കരാർ സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ വിശദാംശങ്ങൾ, ഈ ബാങ്ക് ഡീറ്റെയിലുകൾ, CMRLന്റെ ആദായ നികുതി അടച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ചില രേഖകളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ ഇന്നലെ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ വിവരങ്ങൾ ഉൾപ്പെടെ ഇഡി പരിശോധിച്ചു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ചോദ്യം ചെയ്യൽ 24 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഇന്നലെ ഇഡി ഓഫീസിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ഏതാണ്ട് 11 മണിയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് പൂർത്തിയായത്. ഈ രേഖകളൊക്കെ വളരെ വിശദമായി ഇഡി പരിശോധിച്ചിട്ടുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതിനുശേഷമാണ് ഇപ്പോൾ മുൻ ക്യാഷ്യറെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇഡി എത്തിയിരിക്കുന്നത്. വാസുദേവന് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇരുവരിൽ നിന്നും വളരെ വിശദമായി മൊഴിയെടുത്തതിന് ശേഷം ഒരുപക്ഷെ CMRLലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇഡി നോട്ടീസ് നൽകിയേക്കും. ആ അന്വേഷണം എത്തി നിൽക്കുന്നത് എക്സാലോജിക്കിലേക്ക് തന്നെയാണെന്നാണ് ഇതുവരെ പോകുന്ന ഇഡിയുടെ ഒരു അന്വേഷണവുമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരക്കിട്ട നടപടികളുണ്ടാകുന്നു ഇഡിയുടെ ഭാഗത്തുനിന്ന്. മാസപ്പടി കേസിൽ വീണയ വിജയനുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് കൈമാറി CMRL. ആദായ നികുതി വകുപ്പ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന് ആധാരമായ രേഖകളാണ് ഹാജരാക്കിയത്. ഇഡി സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചു. ഇഡി ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചെന്ന ഹർജിയിൽ CMRL ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥരെ തടങ്കലിൽ വെച്ചതല്ല, ചോദ്യം ചെയ്തതാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ CMRL, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ചോദ്യം ചെയ്യലിന് വരുമ്പോൾ ഇവരോട് കൊണ്ടുവരാൻ പറഞ്ഞ ചില രേഖകളുണ്ടായിരുന്നു. അത് ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ കോൺഫിഡൻഷ്യൽ രേഖകളായിരുന്നു. അത് ഇപ്പോൾ ഇഡിക്ക് ഹാജരാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതായത് വീണ വിജയന് പ്രതികൂലമായേക്കാവുന്ന രേഖകൾ എന്ന രീതിയിലാണ് ഇഡി അത് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം തന്നെ ഇന്നിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾക്കെതിരെ ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും കോടതിയിലെത്തി. അവർ ചൂണ്ടിക്കാണിച്ച കാര്യം, തങ്ങളെ മണിക്കൂറുകളോളം തടങ്കലിൽ എന്ന പോലെ വെച്ച് ചോദ്യം ചെയ്തു.
മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ശശിധരൻ കർത്ത പറഞ്ഞത് തനിക്ക് രോഗമുണ്ട്, രോഗിയാണ്, തനിക്ക് നേരിട്ട് ചോദ്യം ചെയ്യലിന് വരാൻ കഴിയില്ല, ചോദ്യാവലി തന്നാൽ മറുപടി നൽകാം, ഇതാണ് പറഞ്ഞത്. കോടതിയിൽ ED അതിനെ ശക്തമായി എതിർത്തു. അവർ പറഞ്ഞത് ഒരു മാനസിക പീഡനവും നടന്നിട്ടില്ല, വെറും ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത്. അപ്പോൾ ഒരു സ്ത്രീ അടക്കമുള്ളവരെ രാത്രി തടങ്കലിൽ എന്ന പോലെ അവിടെ വെച്ചില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തി. അത് ചോദ്യം ചെയ്യലാണ്. സമയം നിശ്ചയിക്കാൻ, ഏത് സമയത്ത് ചോദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ED ആണ്. അതിനൊരു പ്രത്യേക സമയം നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വ്യക്തമാക്കി. എന്തായാലും ഒരു ഇടക്കാല ഉത്തരവൊന്നും തന്നെയില്ല. തിരിച്ചടിയാണ് CMRL-ന്. വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ശരി, S. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. സിവിൽ സർവീസിലെ മലയാളി തിളക്കവും ഇന്നത്തെ വാർത്താ പകലിലെത്തിയ വാർത്തയാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ ലക്നൗ സ്വദേശി ആദിത്യ ശ്രീവാസ്തവയ്ക്കാണ് 1ാം റാങ്ക്. എറണാകുളം സ്വദേശി സിദ്ധാർത്ഥ് രാംകുമാർ 4ാം റാങ്ക് നേടി. മലയാളികളായ ആശിഷ് കുമാർ 8ാം റാങ്കും വിഷ്ണു ശശികുമാർ 31ാം റാങ്കും നേടി. വീട്ടുകാർ അറിയാതെയാണ് സിദ്ധാർത്ഥ് പരീക്ഷ എഴുതിയത് എന്ന് കുടുംബം 24-നോട് പറഞ്ഞു. സിദ്ധാർത്ഥ് ആക്ച്വലി ഇപ്രാവശ്യം എഴുതിയായിരുന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥ് മിനിസ്ട്രി ഓഫ് ടെലികോം ആൻഡ് പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 22-ൽ IPS കിട്ടി. 23-ൽ റാങ്ക് ഇംപ്രൂവ് ചെയ്തു. പക്ഷെ റാങ്ക് ഇംപ്രൂവ് ചെയ്തെങ്കിലും അയാളുടെ ഇനിഷ്യൽ കേഡർ അലോട്ട്മെന്റ് വെസ്റ്റ് ബംഗാൾ കേഡർ ആയിരുന്നു. വെസ്റ്റ് ബംഗാൾ IPS കേഡർ അലോട്ട്മെന്റ് ദാറ്റ് റിമെയിൻ ഫൈനൽ. 24-ൽ ഇപ്രാവശ്യം ബിക്കോസ് ഹി ഗോട്ട് എ ബെറ്റർ റാങ്ക് ഐ തിങ്ക് ഹി വിൽ ബി ഏബിൾ ടു മൂവ് ഇൻ ടു IAS. സിദ്ധാർത്ഥ് ആക്ച്വലി ഇപ്രാവശ്യം എഴുതിയായിരുന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. 71ാം റാങ്ക് നേടിയ തിരുവനന്തപുരം സ്വദേശി ഫാബി റഷീദും 24-മായി അനുഭവങ്ങൾ പങ്കുവച്ചു. ആദ്യത്തെ 100-നുള്ളിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷയില്ല. ബിക്കോസ് UPSC എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു 100-നുള്ളിൽ വരണം എന്ന്. ഞാൻ സ്കൂള് സർവോദയ വിദ്യാലയ തിരുവനന്തപുരം നാലാഞ്ചിറയായിരുന്നു പഠിച്ചത്. കോളേജ് നൈസർ തിരുവനന്തപുരം ആയിരുന്നു. ഞാൻ 2022-ൽ പാസ് ഔട്ടായി. അതിനുശേഷം ഞാൻ ഫോർച്യൂൺ IAS അക്കാഡമിയിലാണ് പഠിച്ചത്. വിഷ്ണു സുരേഷൻ ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ. വിഷ്ണു, അങ്ങനെ മലയാളി തിളക്കങ്ങൾ ഒട്ടേറെയുണ്ട് ഇത്തവണയും. സിവിൽ സർവീസ് പരീക്ഷാ ഫലം പുറത്തു വരുമ്പോൾ എങ്ങനെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവർ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരിക്കും ഇത്രയേറെ മലയാളികൾ സിവിൽ സർവീസിന്റെ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആദ്യ 100-ൽ തന്നെ 10-ലധികം മലയാളികൾ ഇടം പിടിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ആ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ നമ്മുടെ എറണാകുളം സ്വദേശിയായ സിദ്ധാർത്ഥ് രാംകുമാറിന്റെ ഒരു പെർഫോമൻസ് ആണ്. 4ാം റാങ്കാണ് സിദ്ധാർത്ഥ് ഇത്തവണ കരസ്ഥമാക്കിയത്. സിദ്ധാർത്ഥിന്റെ വീട്ടുകാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. വളരെ കൗതുകരമായൊരു മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് സിദ്ധാർത്ഥ് ഇത്തവണ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് കുടുംബം അറിയാതെയാണ്. സിദ്ധാർത്ഥ് കഴിഞ്ഞ തവണ പരീക്ഷ എഴുതുകയും IPS-മായി ബന്ധപ്പെട്ട് 121ാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തു. പക്ഷേ സിദ്ധാർത്ഥിന് IAS വേണം എന്നുള്ളതായിരുന്നു ഒരു വാശി. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണ പരീക്ഷ എഴുതുകയും 4ാം റാങ്കിലേക്ക് എത്തുകയും ചെയ്തത്. നിലവിൽ IPS-മായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സിദ്ധാർത്ഥ് നാട്ടിലില്ല. മറ്റൊന്ന് ആശിഷ് കുമാറാണ്. 8ാം റാങ്ക് കരസ്ഥമാക്കിയ ആശിഷ് കുമാറുണ്ട്. 31ാം റാങ്ക് കരസ്ഥമാക്കിയ വിഷ്ണു ഉണ്ട്. അതോടൊപ്പം ഫാബിഷ 71ാം റാങ്ക്, അങ്ങനെ 41ാം റാങ്ക് കരസ്ഥമാക്കിയ അഞ്ജു ഉണ്ട്. അങ്ങനെ നിരവധി പേർ ആദ്യ 100-ൽ തന്നെ മലയാളികളായി ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. 1ാം റാങ്ക് നേടിയിരിക്കുന്നത് ലക്നൗ സ്വദേശിയായ ആദിത്യ ശ്രീവാസ്തവയാണ് 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മലയാളികളുടെ ഈ നേട്ടം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സിവിൽ സർവീസിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളികൾ കരസ്ഥമാക്കിയ നേട്ടം വരും നാളുകളിൽ കൂടിയുള്ള ആളുകൾക്ക് ഒരു വലിയ പ്രചോദനമായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ സിദ്ധാർത്ഥിന് പോലുള്ള പെർഫോമൻസ് ഒക്കെ വലിയ ഉദാഹരണങ്ങളായി മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ആളുകൾക്ക്. ആദ്യഘട്ടത്തിൽ IPS-ൽ വലിയ പിന്നിലായിരുന്നു റാങ്കെങ്കിൽ ഇതാ താൻ മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും പരീക്ഷ എഴുതുന്നു. അത് 4ാം റാങ്കിലേക്ക് എത്തി ഒരു സ്വപ്നതുല്യമായ നേട്ടം സിദ്ധാർത്ഥ കൈവരിച്ചു. അത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളും തിരുവനന്തപുരം ഫോർച്യൂൺ അക്കാഡമിയിൽ ഈ പരിശീലിച്ച വിദ്യാർത്ഥികളാണ്. ഏകദേശം 25-ലധികം വരുന്ന വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷയിൽ ഉടനീളം, മലയാളികളായ വിദ്യാർത്ഥികളുടനീളം ആ അക്കാഡമിയിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയ ആളുകളാണ്. അവർക്കും വലിയ അഭിമാനമായ നിമിഷമാണ്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ സിവിൽ സർവീസ് എക്സാമിൽ ഒരുപാട് നേട്ടങ്ങൾ പങ്കുവെക്കാനുണ്ട്. അഭിമാന നേട്ടം മലയാളികൾക്ക്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സമഗ്രമായി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനെത്തി. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നു. കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി കരുവന്നൂരിൽ കള്ളം പറയേണ്ട കാര്യമില്ലെന്നും കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം CPIM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി M വർഗീസ് ആദായനികുതി വകുപ്പിന് മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കരുവന്നൂരിൽ CPIMനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിമർശനം. കരുവന്നൂരിൽ തങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പറയുന്ന കാര്യം എന്തെന്ന് പ്രധാനമന്ത്രി പരിശോധിച്ചാൽ മതിയെന്ന് ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല. അതെങ്ങനെയാണ് ബാധകമാവുക എന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളായാലും അവയെല്ലാം നടപ്പിലാക്കുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കേരളത്തിലെ സഹകരണ മേഖലയോട് BJPക്ക് അതിൻ്റെതായ ഒരു നിലപാടുണ്ട്. കേരളത്തെ തകർക്കുക എന്ന നിലപാടിന്റെ ഭാഗം തന്നെയാണ്. ഇതിനിടെ CPIM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി M വർഗീസ് ആദായനികുതി വകുപ്പിന് മറുപടി നൽകി. ആദായനികുതി റിട്ടേണിൽ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച വിശദീകരണമാണ് നൽകിയത്. കേന്ദ്ര കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് നിലപാട് അറിയിച്ചത്. 24 കൊച്ചി. കേരളം ബൂത്തിലെത്താൻ 10 നാൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലെത്തി. കോഴിക്കോടും മലപ്പുറത്തും കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകർന്ന് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂരിനായി വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടി നൽകാൻ LDFന്റെ ജനമഹാസാഗരം അല്പസമയത്തിനകം നടക്കും. ഷഹദ് റഹ്മാൻ നിലമ്പൂരിൽ നിന്നും, സുജിത് അയ്യപ്പത്ത് കൽപ്പറ്റയിൽ നിന്നും, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ആദ്യം ഷഹദ് റഹ്മാനിലേക്കാണ്. ഷഹദ്, ഇപ്പോൾ എവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുന്നത്? ഷഹദ്. ഉന്മേഷ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുകയാണ്. നിലമ്പൂരിലാണ് ഉള്ളത്. അതായത് വലിയ രീതിയിലുള്ള ജനക്കൂട്ടമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് മനസ്സിലാക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തിലെ മൂത്തേടം എന്ന് പറയുന്ന പ്രദേശത്താണ്, അല്ലെങ്കിൽ ആ മേഖലയിലാണ് ഇപ്പോൾ റോഡ് ഷോ നടക്കുന്നത്. റോഡിന്റെ ഇരു കരകളിലും അല്ലെങ്കിൽ റോഡിന്റെ ഇരുവശത്തുമായി 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടി രാഹുൽ ഗാന്ധിയെ അഭിവാദ്യം ചെയ്യുവാനായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം തന്നെ മൂത്തേടം ടൗണിൽ നിന്ന് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കാരണം ഇനി ഒരു റോഡ് ഷോ കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. കരുവാരക്കുണ്ടിലാണ് ആ റോഡ് ഷോ നടക്കാനുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പര്യടനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കരുവാരക്കുണ്ടിലെ ഈ റോഡ് ഷോ കൂടി അവസാനിക്കുന്നതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ 2 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി ജില്ലയിൽ നിന്ന് മടങ്ങും. പിന്നെ ഈ വോട്ടർമാർ അത് തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പോകാനുള്ള സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന്, അതായത് പ്രധാനമായിട്ടും നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ രാഹുൽ ഗാന്ധിയുടെ വരവിൽ കാര്യമായിട്ട് സംസ്ഥാന സർക്കാരിനെ ഒന്നും കടന്നാക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരിനെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിക്കുകയും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വിവിധയിടങ്ങളിൽ അദ്ദേഹം സംസാരിച്ച ഘട്ടത്തിൽ പ്രധാനമായിട്ടും പ്രധാനമന്ത്രിക്ക് നേരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിക്ക് ഇന്ത്യ എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഒരു ഭാഷ, ഒരു ദേശം, ഒരു നേതാവ് എന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഓരോ സംസ്ഥാനത്തിനും ഓരോ സംസ്കാരമുണ്ട്. മലയാളം പറയുന്നത് കേവലം ഒരു ഭാഷയായിട്ടില്ല, അതൊരു വികാരമാണ്. സമാനമായ രീതിയിൽ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും ഒക്കെ തന്നെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ അവിടെ സംസാരിക്കുന്നത് അത്രയും മറ്റു പല കാര്യങ്ങളെ കുറിച്ചുമാണ്. തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ ദോശയെ കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പ്രധാനമന്ത്രിക്കായിട്ടില്ല. അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ ജോലി സംബന്ധമായ വിഷയങ്ങളാണ്. കാരണം ഈ യുവാക്കൾ ജോലി രഹിതരായി തുടരുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് ജോലി ലഭിക്കാനായി കൂടുതൽ ജോലി സാധ്യത, അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ എത്തിയതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെയും അതിരൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതായത് ഈ വന്നുകൂടിയിരിക്കുന്ന ജനങ്ങൾ, അതായത് ഈ
രാഹുൽ ഗാന്ധിയുടെ ഈ റാലി കാണാൻ അല്ലെങ്കിൽ റോഡ് ഷോ കാണാൻ വന്നു കൂടിയിട്ടുള്ള ജനങ്ങൾ, ആ ജനങ്ങളിൽ LDF-കാരൊക്കെ ഉണ്ടാകുമെന്ന് തനിക്കറിയാം. എനിക്ക് നിങ്ങളുമായി ആശയപരമായി വ്യത്യാസമുണ്ട്, പക്ഷേ നിങ്ങൾ വയനാട്ടുകാരാണ്, എന്നോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ വീട്ടുകാർ തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു തുറന്ന സംവാദത്തിനും താൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലുടനീളം അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എന്തായാലും റോഡ് ഷോ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇനി ഒരിടത്ത് റോഡ് ഷോ കൂടി പൂർത്തിയാകാനുണ്ട്. ഇതോടുകൂടി 2 ദിവസത്തെ മണ്ഡല പര്യടനം പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങും. ശരി, രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ. ഇനി സുർജിത്ത് അയ്യപ്പത്തിലേക്കാണ്. കൽപ്പറ്റയിൽ നിന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നത്. സുർജിത്ത്, കഴിഞ്ഞ ദിവസം മണ്ഡലം ഇളക്കിമറിച്ചുകൊണ്ട്, വയനാടിനെ ഇളക്കിമറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അവിടെ ഉണ്ടായിരുന്നുവല്ലോ. LDF ഏത് തരത്തിലാണ് അതിന് മറുപടി നൽകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ്, രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടിയായി തന്നെയാണ് ഇന്ന് LDF-ന്റെ റാലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ SKMJ സ്കൂൾ പരിസരത്തു നിന്നുമാണ് റാലി തുടങ്ങിയത്. നിരവധി ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ എങ്ങനെയാണോ രാഹുൽ ഗാന്ധിയുടെ റാലി ബത്തേരിയിലും അതോടൊപ്പം തന്നെ പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും വെള്ളമുണ്ടയിലും പടിഞ്ഞാറത്തറയിലും നടന്നതെങ്കിൽ അതിന് സമാനമായ വിധത്തിലുള്ള വലിയ രീതിയിലുള്ള ആവേശത്തോടുകൂടി പ്രവർത്തകർ ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. SKMJ സ്കൂൾ പരിസരത്ത് നിന്ന് നേരെ ഈ റാലി കടന്നു പോകുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ്. LDF-ന്റെ നേതാക്കളുടെ എല്ലാം ഒരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. CPIM-ന്റെ ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ, CPI-യുടെ നേതാക്കളായിട്ടുള്ള EJ ബാബു, PK മൂർത്തി, അതോടൊപ്പം LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവീനറായിട്ടുള്ള LDF-ന്റെ ജില്ലാ കൺവീനറായിട്ടുള്ള CK ശശീന്ദ്രൻ, LDF-ന്റെ നേതാക്കളായ OR കേളു MLA, അനിൽകുമാർ, ജുനൈദ് കൈപ്പാണി അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഈ റാലിയുടെ മുൻനിരയിലുണ്ട്. ഈ റാലിക്ക് തൊട്ട് പിറകിലായി സ്ഥാനാർത്ഥി ആനി രാജയും ഇതിനെ അനുധാവനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPIയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഈ മണ്ഡലത്തിൽ നിലവിലുണ്ട്. കാരണം സ്ഥാനാർത്ഥി പ്രചരണത്തിലടക്കം ഏറെ മുൻപന്തിയിലാണ് ആനി രാജ എന്നുള്ളതാണ് CPI അവകാശപ്പെടുന്നത്, LDF അവകാശപ്പെടുന്നത്. അതായത് ഈ കഴിഞ്ഞ മാസം 1-ാം തീയതി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ആനി രാജ മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നു. ഇവിടെ പ്രചാരണ രംഗത്ത് എല്ലാ മുക്കിലും മൂലയിലും, മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തി പ്രചാരണം നടത്താൻ അവർക്ക് ആയിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് LDF-നെ സംബന്ധിച്ചുള്ളത്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള അത്തരത്തിൽ ഒരു നിലപാട് ഇവരെ സംബന്ധിച്ച്, CPIയെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ 2 സമുന്നതരായ നേതാക്കൾ മുഖാമുഖം മത്സരിക്കാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കേരള ഘടകത്തിന്റേതടക്കമുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി വീണ്ടും ഇവിടെ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ വലിയ വോട്ട് ശതമാനത്തിൽ 13% കുറവാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ PP സുനീറിന് ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിക്ക് മൃഗീയ ഭൂരിപക്ഷം ലഭിച്ച ഒരു മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ ശരി സുർജിത്ത്, ഏതായാലും കൽപ്പറ്റയിൽ ഇപ്പോൾ LDF-ന്റെ റാലി നടക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടി എന്നോണമാണ് LDF-ന്റെ റാലി അവിടെ നടക്കുന്നത്. സജു ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടി ചേരുന്നുണ്ട്. സജു, അവിടെ K. സുധാകരന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ സജു? ഉന്മേഷ, സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ കടപ്പമേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന നിലയ്ക്ക് വലിയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ. പരമാവധി താരപ്രചാരകരെ അവസാന ലാപ്പിൽ രംഗത്തിറക്കാൻ UDF ശ്രമിക്കുന്നു. കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക PCC അധ്യക്ഷനുമൊക്കെയായ DK ശിവകുമാർ പ്രധാനപ്പെട്ട ഒരു താരപ്രചാരകനാണ്. അദ്ദേഹം മറ്റിടങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ കൂടി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം K. സുധാകരന്റെ, കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K. സുധാകരന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ്. മട്ടന്നൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കാണ് റോഡ് ഷോ. വലിയ പ്രവർത്തക പങ്കാളിത്തത്തോടുകൂടി DK ശിവകുമാറിനെ തന്നെ പങ്കെടുപ്പിച്ച് പരമാവധി വോട്ടർമാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യമുണ്ട്. മണ്ഡലത്തിൽ വലിയ വാശിയേറിയ പോരാട്ടമുണ്ട്. പ്രചാരണ രംഗത്തൊക്കെ അതുകൊണ്ട് അത് പ്രകടമാണ്. CPM ഒക്കെ ദേശീയ നേതാക്കളെയും പരമാവധി സംസ്ഥാനത്തെ മറ്റ് നേതാക്കളെയും മുഖ്യമന്ത്രി അടക്കം പരമാവധി ഇടങ്ങളിൽ പ്രചരണത്തിന് എത്തുന്നുണ്ട്. സമാനമായി രാഹുൽ ഗാന്ധി 18-ന് കണ്ണൂരിൽ പ്രചരണത്തിന് എത്തുന്നുണ്ട്. ഇന്ന് അദ്ദേഹം കണ്ണൂർ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുന്ന
മട്ടന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളുടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് ഷോയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രവർത്തക പങ്കാളിത്തത്തോടുകൂടി റോഡ് ഷോ നടത്തുക, അങ്ങനെ പ്രചാരണ രംഗത്ത് പരമാവധി താരപ്രചാരകരെ എത്തുക, വോട്ടർമാരിലേക്ക് അവസാന ലപ്പിൽ പരമാവധി എത്തിച്ചേരുക എന്നത് ലക്ഷ്യമിട്ടാണ് എത്തിച്ചിരിക്കുന്നത്. DK ശിവകുമാർ മട്ടന്നൂർ മുതൽ ഇരിട്ടി വരെ നീളുന്ന റോഡ് ഷോയിൽ പൂർണ്ണമായും പങ്കെടുക്കും. അതിനുശേഷം അവിടെ ഒരു പൊതുപരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ DK ശിവകുമാർ സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഒപ്പം ഇവിടുത്തെ മറ്റ് നേതാക്കളെയൊക്കെ പരമാവധി കളത്തിലിറക്കി അങ്ങനെ അവസാന ലാപ്പിൽ പ്രചാരണം കളറാക്കുന്നു മുന്നണികൾ. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. കെ സുധാകരന്റെ റോഡ് ഷോ കണ്ണൂരിൽ തുടരുകയാണ്. രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ നടത്തിയ പ്രതികരണത്തിലേക്കാണ് ഇനി. ഇടതുപക്ഷത്തോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങൾ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇടതുപക്ഷത്തോട് താൻ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നതെന്നും മലപ്പുറം മമ്പാട് നടന്ന റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. I know even in this crowd there will be a few LDF people, UDF people. Now see, to my brothers and sisters in the LDF, I disagree with you on ideology and I'm happy to have a discussion on ideology with you. But I want to tell you that you're from Wayanad and that means even if I disagree with you, you are like my family. If I speak to you, I will speak to you with respect and dignity because everybody here is part of my family. That is how you make me feel. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വീണ്ടും. വടകരയിലും ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കം എന്നാരോപിച്ച് കോൺഗ്രസ് ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. വടകരയിൽ കേന്ദ്രസേനയെ വിന്യസിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ആറ്റിങ്ങലിൽ 1 ലക്ഷത്തിലധികം ഇരട്ട വോട്ടെന്ന് അടൂർ പ്രകാശ് ആരോപിക്കുന്നു. അതേസമയം സൈബർ ആക്രമണത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ LDF സ്ഥാനാർത്ഥി KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കോഴിക്കോട് നിന്ന് മിഥില ബാലൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, അങ്ങനെ ഈ പരാതിപ്പോര് തുടരുകയാണല്ലോ മിഥില. തീർച്ചയായും ഉന്മേഷ്, ഇന്ന് 2 കാര്യങ്ങളാണ് വടകര ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഒന്ന്, ഷാഫി പറമ്പിൽ, അതായത് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. കള്ളവോട്ട് നടക്കാൻ സാധ്യതയുണ്ടെന്ന ആക്ഷേപവുമായിട്ടാണ്, CPM നീക്കമെന്ന ആക്ഷേപവുമായിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മരിച്ചവർ, വിദേശത്തുള്ളവർ തുടങ്ങിയവരുടെ പേരിൽ വരെ വോട്ട് ചെയ്യാൻ നീക്കം നടക്കുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ പോളിംഗ് ഏജന്റുമാരെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന ഒരാവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ മാസം 19-ന് മറുപടി നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ഷാഫി പറമ്പലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി KK ശൈലജ ഉന്നയിച്ച ഒരു ആരോപണം എന്നത് തന്നെ വ്യക്തിഹത്യ നടത്തുന്നു. ഇതുവരെ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ താൻ മത്സരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇത്തരം ഒരു വ്യക്തിഹത്യ താൻ നേരിട്ടിട്ടില്ല. ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന്. അത് പ്രകാരമാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുന്നു എന്നാരോപിച്ച് ഇത് 2ാം തവണയാണ് KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പരാതിയിൽ പറയുന്ന ഒരു കാര്യം, പോലീസിന് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും വേണ്ടത്ര ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതി, പോലീസിനെതിരെ ഒരു വിമർശനവും ഈ പരാതിയിലുണ്ട്. ഇന്നലെ വളരെ വൈകാരികമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ച് KK ശൈലജ ഈ ഒരു പരാതി ഉന്നയിക്കുകയും ഉണ്ടായത്. എന്ത് തന്നെയായാലും ഈ 2 വിഷയങ്ങളാണ് വടകര ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ഒരു പ്രചാരണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഉന്മേഷ്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സുഗന്ധഗിരി മരം മുറിക്കലിൽ വയനാട് DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർ വനം കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മേൽനോട്ട ചുമതലകളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ മരമുറിക്കാരിൽ നിന്ന് പണം വാങ്ങി. കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരും പ്രതികളാകും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. വനം വകുപ്പിലെ വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമാണ് സുഗന്ധഗിരിയിലെ വനമുറിയുമായി ബന്ധപ്പെട്ട ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. വനം വകുപ്പിലെ വാച്ചർ മുതൽ DFO വരെ ഉൾപ്പെടെ 18 പേരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നിയമാനുസൃതമായി എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ടത് കർശനമായി തന്നെ ആ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് വിജിലൻസ് മേധാവിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. വനം കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വനം വകുപ്പിൽ സൂര്യവിഹാരം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ദീപക് ധർമ്മടമുണ്ട് ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങളുമായി. ദീപക്, ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വഴിവിട്ട് ഇടപെടലുകൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ദീപക്. ഉന്മേഷ്, വനപാലകർ വനസംരക്ഷണം നടത്തേണ്ടവർ വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതും വലിയൊരു വനം കൊള്ളയ്ക്ക് വനം മാഫിയയ്ക്കൊപ്പം
മരമുറി സംഘത്തിനൊപ്പം ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാകെ വിവിധ അളവിലുള്ള കുറ്റകൃത്യം ചെയ്തുകൊണ്ട് പങ്കെടുത്തു എന്നുള്ളതുമാണ് വനം വിജിലൻസ് മേധാവി ഡോക്ടർ എൽ ചന്ദ്രശേഖരന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഒന്ന്, ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് 24 ആണ്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണ പൊതുവെ വയനാട്ടിലൊക്കെ പറയുന്നത് വനം കൊള്ള നടക്കണമെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ വേണമെന്നുള്ളതാണ്. അത് കൃത്യമായി അക്കമിട്ട് നിരത്തുന്നതാണ്. 18 പേരുടെ പങ്കാളിത്തമാണ്. അതിൽ DFO, സൗത്ത് വയനാട് DFO മുതൽ അവിടുത്തെ റേഞ്ച് ഓഫീസർ മുതൽ ഇങ്ങോട്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള ഫോറസ്റ്റ് വാച്ചർ വരെ ഒരു ശൃംഖലയായി വിവിധ രീതിയിൽ ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. വനം മന്ത്രി നമ്മളോട് പറഞ്ഞത് കർശനമായ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് DFO മുതൽ വാച്ചർ വരെയുള്ളവർക്ക് എതിരെ ഉണ്ടായത് എന്നുള്ളതാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. ഏതായാലും പശ്ചിമഘട്ട മലനിരയിലെ വനം കൊള്ള ഒരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ പച്ചപ്പിനെ സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് കൃത്യമായി ഇതിൽ കണ്ടെത്തലുള്ളത്. ഇനി നടപടിയിലേക്കാണ് കടക്കേണ്ടത്. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ഇപ്പോൾ ലഭിക്കുന്ന ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. കോഴിക്കോട് ഫറൂഖിൽ ആക്രിക്കടയിൽ തീപിടുത്തം എന്ന വാർത്ത വരുന്നു. മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സിന്റെ 4 യൂണിറ്റ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉന്മേഷ്, തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം മുൻപാണ് ഫറോക്കിൽ മല്ലിക തിയേറ്ററിന് സമീപത്തുള്ള ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. ഉടനെ തന്നെ അവിടെയുള്ള നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. തുടർന്ന് മീൻചന്തയിൽ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്ന് 1 യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി ഇവിടെ എത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ അവിടെ ഈ ആക്രി സാധനങ്ങളൊക്കെ തന്നെ പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും തീ അണയ്ക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല. ഏതായാലും അതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഉന്മേഷ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീട് കുത്തി തുറന്ന് വൻ കവർച്ച എന്നതാണ്. 35 പവൻ സ്വർണം നഷ്ടമായി എന്നാണ് പരാതി. കഴക്കൂട്ടം വിളയിൽക്കുളം ശ്യാമിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അജീഷ് ജയകുമാറുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ അജീഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് വൻ കവർച്ച. അവിടെ വീട് കുത്തി തുറന്ന് 35 പവൻ സ്വർണം കവർന്നു എന്നുള്ള പരാതിയാണ് കിട്ടിയിരിക്കുന്നത്. കഴക്കൂട്ടം വിളയിൽക്കുളം ശ്യാമിന്റെ വീട്ടിൽ കവർച്ച എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ ഇപ്പോൾ നടന്ന് വരികയാണ്. 35 പവൻ സ്വർണം നഷ്ടമായി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ വീട്ടുകാർ നൽകിയിരിക്കുന്നത്. കവർച്ചയ്ക്ക് പിന്നിൽ ആരെന്ന് പോലീസ് പരിശോധിക്കുന്നു. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, എന്തെങ്കിലും സൂചനയുണ്ടോ ഈ പ്രതികളെ പറ്റി? പോലീസ് എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് ഇപ്പോൾ? ഉന്മേഷ്, ഈ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ ശ്യാമും കുടുംബവും മൂകാംബികയിൽ നിന്ന് തിരിച്ചെത്തിയത്. ശരി, അജീഷിലേക്ക് എത്താം. ശബ്ദം അത്ര വ്യക്തമല്ലാത്തതുകൊണ്ടാണ് ഇടപെടുന്നത്. വൻ കവർച്ച തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്ത വരുന്നു. സംസ്ഥാനത്ത് വീണ്ടും റെക്കോർഡ് ഭേദിച്ച സ്വർണ്ണവില. പവൻ വില ചരിത്രത്തിൽ ആദ്യമായി 54,000 കടന്നു. ഒരു പവന് 720 രൂപ വർദ്ധിച്ച് 54,360 രൂപയിലെത്തി. ഗ്രാമിന് 90 രൂപ കൂടി 6,795 രൂപയിലാണ് വ്യാപാരം. 1.5 മാസത്തിനിടെ 8,000 രൂപയോളം വർധനയാണ് സ്വർണ്ണവിലയിലുണ്ടായത്. ഏപ്രിൽ മാസത്തിൽ മാത്രം നിരവധി തവണയാണ് സ്വർണം റെക്കോർഡ് തകർക്കുന്നത്. പവൻ വില ചരിത്രത്തിലാദ്യമായി ഇന്ന് 54,000 കടന്നു. ഒരു പവന് 720 രൂപ വർദ്ധിച്ച് 54,360 രൂപയാണ് ഇന്നത്തെ വിപണി വില. ഗ്രാമിന് 90 രൂപ കൂടി 6,795 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. 19 ദിവസത്തിനിടെ മാത്രം സ്വർണ്ണവിലയിലുണ്ടായ വർധന 4,160 രൂപയാണ്. അമേരിക്കയിലെ വിപണി സാഹചര്യം, പലിശ നിരക്ക്, ഡോളർ സൂചികയിലെ മാറ്റം എന്നിവയെല്ലാമാണ് സ്വർണ്ണവില ഉയരാൻ കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സ്വർണ്ണവില റെക്കോർഡ് തകർത്ത് മുന്നേറുമ്പോൾ രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 83.5 എന്ന നിലയിലേക്ക് രൂപ കൂപ്പുകുത്തി. ഈ മാസം 4-ന് രേഖപ്പെടുത്തിയ 83.45 എന്ന റെക്കോർഡ് ഇടിവാണ് ഇന്ന് തകർത്തത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ അടക്കമുള്ള വിഷയങ്ങൾ രൂപയുടെ മൂല്യത്തെ സ്വാധീനിച്ചു. ബിസിനസ് ഡെസ്ക് 24.
പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച ഉണ്ടായില്ലെന്ന് DGPയുടെ റിപ്പോർട്ട്. പ്രൊഫോമ തയ്യാറാക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടാൽ മാത്രമാണ് റിപ്പോർട്ട് നൽകുന്നത് എന്നുമാണ് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ മറുപടി. പോലീസ് ആസ്ഥാനത്ത് നടന്നത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം CBIക്ക് കൈമാറുന്നതിലുണ്ടായ കാലതാമസത്തിൽ പരസ്പരം പഴിചാരുകയാണ് ആഭ്യന്തര വകുപ്പും പോലീസും. വിജ്ഞാപനം കേന്ദ്രത്തിന് കൈമാറുന്നതിൽ സംസ്ഥാന പോലീസ് മേധാവിയെ പഴിചാരി ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം ചോദിച്ചിരുന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പിനെ സംശയം നിലനിർത്തിയാണ് DGPയുടെ മറുപടി. പ്രൊഫോമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ വീഴ്ചയുണ്ടായില്ലെന്നും ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടാൽ മാത്രമാണ് റിപ്പോർട്ട് നൽകുന്നതെന്നും DGP വ്യക്തമാക്കി. മുൻകാലങ്ങളിലും ഇങ്ങനെയായിരുന്നുവെന്നും DGP കൂട്ടിച്ചേർത്തു. പോലീസ് ആസ്ഥാനത്തുണ്ടായത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണെന്ന് പറഞ്ഞ DGP പോലീസിൽ ആർക്കും വീഴ്ചയുണ്ടായില്ലെന്നും ആവർത്തിച്ചു. സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നതിന് പിന്നാലെ പ്രൊഫോമ രേഖകൾ ആവശ്യപ്പെടുന്നതാണ് നടപടിക്രമം. 16-നാണ് രേഖകൾ ആവശ്യപ്പെട്ടത്. 25-ന് എല്ലാ രേഖകളും കൈമാറി. സ്വാഭാവികമായ കാലതാമസം മാത്രമാണിതെന്നാണ് മറുപടി. ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തള്ളുകയാണെങ്കിൽ വീണ്ടും തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോകും. 24 തിരുവനന്തപുരം. മലയാളികളുടെ ആഗോള ശൃംഖലയായ 24 കണക്റ്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം. പ്രമുഖ വ്യവസായി MA യൂസഫ് അലി നിർമ്മിച്ചു നൽകുന്ന 5-ൽ 3 വീടുകളുടെ തറക്കല്ലിടിയിൽ ചടങ്ങ് നടന്നു. ാണ് നിർധനരായ 5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനുള്ള പ്രഖ്യാപനമുണ്ടായത്. 24 കണക്റ്റിന്റെ ഈ ഉദ്യമത്തിന് എല്ലാ പിന്തുണയുമായി വ്യവസായി MA യൂസഫ് അലിയും കൈകോർത്തു. 5 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം. ഇതിൽ 3 വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമായി. നിർധനർക്ക് കൈത്താങ്ങാവുന്ന 24ന്റെ ഇടപെടലിനെ അഭിനന്ദിച്ച് വ്യവസായി MA യൂസഫ് അലി. ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളത് തറക്കല്ലിട്ട് ആ വീടുകൾ അവർക്ക് ഉടൻ തന്നെ പണിത് കൊടുത്ത് അവിടെ താമസിച്ചിട്ട് അവർ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒരു അംശം എനിക്കും എൻ്റെ ഒരു അംശം SKയ്ക്കും നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കും അതിൽ എല്ലാ ജോലിക്കാർക്കും കിട്ടും. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് ആദ്യഘട്ടത്തിലെ വീടുകൾ ഒരുങ്ങുന്നത്. ചെങ്ങളം സ്വദേശി അലീന മോഹനും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണത്തിന് വിഷുദിനത്തിൽ തുടക്കമായി. തിരുവാർപ്പ് പഞ്ചായത്ത് അംഗം വിനോദ്, അസറ്റ് ഹോംസ് ചീഫ് ടെക്നിക്കൽ ഓഫീസർ L മഹേഷ്, 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ ബിനു, ഫ്ലവേഴ്സ് 24 വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒത്തിരി സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ട് ഒത്തിരി നാളായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുമായിരുന്നു. വളരെ മോശം സാഹചര്യത്തിൽ ജീവിച്ച് ഇത്രയും മികച്ച രീതിയിൽ അവർക്ക് ജീവിതത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. ഏറ്റവും നല്ല ചലഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ ഫ്ലാറ്റ് ചെയ്യുന്ന പോലല്ല. ഞങ്ങളിപ്പോൾ കായംകുളം തൊട്ട് വയനാട് വരെയുള്ള സ്ഥലങ്ങളിലാണ് 24 കണക്റ്റുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് 5 വീടുകൾ ചെയ്യുന്നത്. അതിൻ്റെ ആയിട്ടുള്ള ചലഞ്ചുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള രസവും ഉണ്ട്. ആലപ്പുഴ കായംകുളം പത്തിയൂർ സ്വദേശി രജിത്ര മോഹനും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണത്തിനും തുടക്കമായി. ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും വീടെന്ന് പറയുന്നൊരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എനിക്ക് കൈപിടിച്ചുയർത്തിയ ഫ്ലവേഴ്സ് TV, അതുപോലെ തന്നെ യൂസഫ് അലി സാറ്, അസറ്റ് ഹോംസ്, അതുപോലെ തന്നെ SKN സാർ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അസറ്റായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു സഹായ പദ്ധതിയെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഭരണസമിതിയുമായി ആലോചിച്ച് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സിനി കനീഷിനും കുടുംബത്തിനും വേണ്ടിയുള്ള വീട് കായംകുളം കരിയിലകുളങ്ങരയിലാണ് ഒരുങ്ങുന്നത്. അതിന് ഒരുപാട് നന്ദി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തില്ല, അതിലുപരി നന്ദി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഞങ്ങൾ ജീവിതത്തിൽ എന്നും ഒരു വലിയ കടപ്പാട് 24നും ഫ്ലവേഴ്സിനും യൂസഫ് അലി സാറിനോടും ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്നും കാണും. കന്തി ഉറങ്ങുവാൻ വേണ്ടി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആ വീടിന്റെ തറക്കല്ലിടിയിൽ കർമ്മം നടക്കുന്നത്. വൃക്ക തകരാറിലായിരുന്ന കനീഷിന് ഒരു വൃക്ക ദാനം നൽകിയത് അയൽവാസിയായ തുളസിയാണ്. സിനിക്കും കനീഷിനും വീടൊരുങ്ങുമ്പോൾ തുളസിയായിരുന്നു മുഖ്യാതിഥി. ഒരു 35-ാമത്തെ വയസ്സിൽ തോന്നിയ ഒരാഗ്രഹം എനിക്കിത്, ഏതെങ്കിലും ഒരു അവയവം ആർക്കെങ്കിലും കൊടുക്കണമെന്ന്. പക്ഷെ അത് ഇത്രയും കൂടിയ ഡയാലിസിസ് ചെയ്ത ഒരു വ്യക്തിക്കായതുകൊണ്ട് സന്തോഷമായിട്ട്. ആദ്യഘട്ടത്തിൽ 5 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഓണത്തിന് മുമ്പ് അത് പൂർത്തീകരിച്ച് അവർക്ക് താമസിക്കാൻ കഴിയണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഞങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കൊച്ചിയിലെ അസറ്റ് ഫൗണ്ടേഷനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ ഉടൻ കൈമാറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അസറ്റ് ഫൗണ്ടേഷൻ ചെയർമാൻ സുനിൽകുമാർ V പറഞ്ഞു. വളരെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയോടുകൂടിയിട്ട് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ ലീഗൽ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തന്നെ ഈ ചാരിറ്റി കർമ്മത്തിൽ പങ്കാളികളാവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. തൃശൂർ, വയനാട് ജില്ലകളിലെ വീടുകളുടെ നിർമ്മാണോദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ നടക്കും.
ന്യൂസ് ഡെസ്ക് 24. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ. സംസ്ഥാനത്തെ വേനൽമഴ സജീവമാകാൻ സാധ്യത എന്ന വാർത്ത വരുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 11 ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, ചൂട് കനക്കുമെന്ന മുന്നറിയിപ്പ് ഒരു ഭാഗത്ത്, വേനൽമഴയ്ക്കുള്ള സാധ്യത ഒപ്പം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുവല്ലോ. എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അലക്സ്? ഉന്മേഷ, സംസ്ഥാനത്ത് താപനില ഉയർന്നു തന്നെ തുടരും. അതേസമയം സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകാൻ കൂടി സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, ഇന്നും നാളെയും ഒക്കെ. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മധ്യ കേരളത്തിലെ മലയോര മേഖലകളിലായിരിക്കും വേനൽ മഴ കൂടുതലായി ലഭിക്കാൻ സാധ്യത. നാളത്തേക്ക് ശേഷം വടക്കൻ കേരളത്തിലേക്ക് വേനൽ മഴ സജീവമായി ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് യെല്ലോ അലർട്ട്. കോഴിക്കോടും വയനാടും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ മഴയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും അതുപോലെ കാറ്റോടും കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉയർന്ന താപനില മുന്നറിയിപ്പാണ്. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ഇന്നും നാളെയും താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ് ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നത് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 0.5 മുതൽ 1.1 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് കേരള തീരത്ത് എന്നുള്ളതാണ്. നാളെ രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. വടക്കൻ തമിഴ്നാട് തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും സമാനമായി കടലാക്രമണത്തിനും അതുപോലെ ഈ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും മറ്റു തടസ്സങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ CMRL ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാർ EDക്ക് മുന്നിൽ വീണ്ടും ഹാജരായി. ഇന്ന് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് മുൻ കാഷ്യർ വാസുദേവനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിനീത VG കൊച്ചിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നാണ് 2 പേർക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിൽ മുൻ കാഷ്യർ വാസുദേവന് ED നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാറിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ CMRLലെ 3 ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 ഉദ്യോഗസ്ഥർക്ക് കൂടി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതിൽ ചീഫ് ജനറൽ മാനേജർ സുരേഷ് കുമാർ ഇപ്പോൾ EDക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തോട് ചില രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്ന് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രേഖകൾ സഹിതമാണ് അദ്ദേഹം കൊച്ചിയിലെ ED ഓഫീസിൽ എത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കമ്പനിയുടെ സെക്രട്ടറി സ്ഥാനം കൂടി വഹിക്കുന്ന ആളാണ് സുരേഷ് കുമാർ എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ED ചോദ്യം ചെയ്തതിൽ നിന്ന് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ EDക്ക് ലഭ്യമായിട്ടുള്ള ചില വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങളുടെയൊക്കെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യലുണ്ടാവുക. അല്പസമയത്തിനകം തന്നെ കാഷ്യർ വാസുദേവനും ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2 പേരുടെയും ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലെ ED ഓഫീസിൽ തുടങ്ങും. ഉന്മേഷ്, വിനീത VG ആണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. പൂരം പൊടിപൂരം. ഡബിൾ ഹോസ് പൂരം പൊടിപൂരം സമർപ്പിക്കുന്നത് ഡബിൾ ഹോസ് ജാഗറി പൗഡർ. ആരോഗ്യം, സൗകര്യം, മാധുര്യം. പവേർഡ് ബൈ TT ദേവസി ജ്വല്ലേഴ്സ്, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. വീണ്ടും ഒരു പൂരക്കാലം കൂടി എത്തിയിരിക്കുന്നു. തൃശൂർ പൂരത്തിന്റെ അനുഭവങ്ങൾ കോർത്തിണക്കി ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയും സംഘവും. ഇലഞ്ഞിത്തറ മേളത്തിൽ തുടങ്ങി ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെയുള്ള ആചാരങ്ങളും പൂരം കാണാൻ കൊതിക്കുന്ന സ്ത്രീ മനസ്സുമാണ് പ്രമേയം. താളം മുറുകണ, മേളം മുറുകണ, തകചെമ്പട താളം കൊട്ടണ, ഞങ്ങൾക്കും കൂടണ്ടേ തൃശ്ശൂർ പൂരം. താളം മുറുകണ, മേളം മുറുകണ, തകചെമ്പട താളം കൊട്ടണ. പുരുഷന്മാർ കൈയടക്കി വച്ചിരുന്ന പൂരപ്പറമ്പുകൾക്ക് മാറ്റം സംഭവിച്ചു തുടങ്ങിയെങ്കിലും ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഗാനം. എന്തിട്ട് നീ പറയണത്? നല്ല തിക്ക് നിരക്കുണ്ടാവും പൂരത്തിന്.
പെൺകുട്ടികൾ വീട്ടിലിരുന്ന് ടി വിയിൽ കണ്ടാൽ മതി പൂരമൊക്കെ, അതാ നല്ലത്. ഞങ്ങൾക്കും കാണേണ്ട തൃശ്ശൂർ പൂരം എന്ന ചോദ്യമാണ് ഗാനത്തിലുടനീളം. ഞങ്ങളെപ്പോലുള്ള സ്ത്രീ ജനങ്ങളെ ഈ പറയുന്ന തൃശ്ശൂർ പൂരത്തിന് വന്നെത്തുന്നതിനുള്ള ഒരുപാട് പരിമിതികൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി സ്ത്രീ ജനങ്ങളെക്കാൾ കൂടുതൽ പുരുഷഗണമാണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. അപ്പം ഞങ്ങൾക്കും കൂടൻ്റെ തൃശ്ശൂർ പൂരം എന്ന ആൽബം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. തെക്കോട്ടിറക്കവും കുടമാറ്റവും എന്ന് വേണ്ട, പൂരാവേശവും പാട്ടിലുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഗീത മാമാങ്കമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളം നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ വൈബാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. താളം മുറുകണ മേളം മുറുകണ തകചെമ്പട താളം കൊട്ടണ ഞങ്ങൾക്കും കൂടണ്ടേ തൃശ്ശൂർ പൂരം. താളം മുറുകണ മേളം മുറുകണ തകചെമ്പട താളം കൊട്ടണ ഞങ്ങൾക്കും കൂടണ്ടേ പൂരങ്ങടെ പൂരം. സന്ദീപ് മുണ്ടൂരിന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് സുരേഷ് പാവനിയാണ്. നാസർ മാലി ഓർക്കസ്ട്രേഷൻ, വിനീഷ് വിശ്വനാഥനാണ് ദൃശ്യാവിഷ്കാരം. തെക്കേ നട തള്ളി തുറന്നേ പൂരത്തിൻ ആരവമായി മേളത്തിൽ പെരുമഴ നനയാൻ ഞങ്ങളുമുണ്ടട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പൂരം കാണുന്നത് എൻ്റെ മനുവേട്ടൻ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയി കാണിച്ചത്. അന്നൊക്കെ ഒരുപാട് ദൂരം നിന്നിട്ട് കുടമാറ്റം കാണാനും അതുപോലെ ഇലഞ്ഞിത്തറ മേളൊക്കെ ഒരുപാട് ദൂരം നിന്നിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയേക്കണേ. ഇക്കുറിയും പൂരം കാണാൻ ജനാരവത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രസീത ചാലക്കുടി. അപ്പൊ നമ്മൾ പൂരം പൊളിക്കല്ലേ? അപ്പൊ നമുക്ക് പൊളിക്കാം. ഈ വരുന്ന ഏപ്രിൽ മാസം 19, 20 ഞങ്ങളും ഉണ്ടാവും പൂരപ്പറമ്പിൽ. അടിച്ചു പൊളിക്കാം നമുക്ക് പൂരം. മടത്തിൽ വരവില്ലാലിൻ നിലകൾ താളം തുള്ളണ കണ്ടണ്ട, ഉപചാരം ചൊല്ലണ നേരം കണ്ണുകൾ നിറയണ കണ്ടണ്ട. മടത്തിൽ ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ പരാതിയുമായി കുടുംബം. ആരോഗ്യ വകുപ്പിൽ നിന്നോ പോലീസിൽ നിന്നോ നീതി ലഭിച്ചില്ല. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കുടുംബം 24നോട് പറഞ്ഞു. 4 മാസമായി വെന്റിലേറ്ററിലായിരുന്ന നവജാത ശിശു ഞായറാഴ്ചയാണ് മരിച്ചത്. നീതി നിഷേധത്തിന്റെയും ചികിത്സാ പിഴവിന്റെയും ഇരകളാണ് കോഴിക്കോട് പുതുപ്പാടി സ്വദേശികളായ ഗിരീഷ് ബിന്ദു ദമ്പതികൾ. 6 വർഷം കാത്തിരുന്നുണ്ടായ കുട്ടി കൃത്യമായി ചികിത്സ ലഭിക്കാതെ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. 4 മാസം വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് ഞായറാഴ്ചയാണ് മരിച്ചത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി, DMO, താമരശ്ശേരി പോലീസ് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്ന് ബിന്ദുവും ഗിരീഷും പറയുന്നു. ചെയ്യാത്തൊരു കുഴപ്പം മാത്രമാണ് പറഞ്ഞത്. 3 മണിക്കൂർ കുട്ടി സ്റ്റക്കായി. ഇവരൊക്കെ ഇവിടുന്ന് ടൈം കൊണ്ടുള്ള പ്രശ്നമാണ്. എന്നോട് താമരശ്ശേരിയുള്ള പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞെന്താ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വരും, ഇങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ട് നിങ്ങൾ മൊഴി കൊടുക്കാനാ പറഞ്ഞത്. കോടതിയെ സമീപിച്ച് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. കഴിഞ്ഞ ഡിസംബർ 13-നാണ് സംഭവം. പ്രസവവേദനയുമായി ബിന്ദുവിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഗൈനക്കോളജി ഡോക്ടർ ഇല്ലെന്ന പേരിൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു. ഇതിനിടെ കുട്ടി പുറത്തേക്ക് വരാതിരിക്കാൻ അടിവസ്ത്രം ഉപയോഗിച്ച് കെട്ടുകയും ചെയ്തു. ഇതുമൂലമാണ് കുട്ടിയുടെ തലയ്ക്ക് ക്ഷതമേറ്റത്. ചികിത്സയിലൂടെ കടക്കണിയിലായ ദമ്പതികൾ വാടക വീട് ഒഴിയേണ്ട അവസ്ഥയാണ്. 24 കോഴിക്കോട്. UAE-യിൽ കനത്ത മഴ തുടരുന്നു. അലൈനിലും റാസൽ ഖൈമയിലും റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. UAE-യിൽ പരക്കെ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ അർദ്ധരാത്രിയോടെ ശക്തമാവുകയായിരുന്നു. പലയിടത്തും വെള്ളം നിറഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഷാർജയിലെ വ്യാവസായിക മേഖലകളിൽ പലയിടങ്ങളിലും കടകളിലേക്കടക്കം വെള്ളം കയറിയ നിലയിലാണ്. അലൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ റോഡ് തകർന്നു. ഇവിടേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. മഴയിൽ റോഡുകളിൽ വെള്ളം നിറഞ്ഞ സാഹചര്യത്തിൽ ദുബായ് മെട്രോ നാളെ രാവിലെ 3 മണിവരെ സർവീസ് നടത്തുമെന്ന് RTA അറിയിച്ചു. രാജ്യത്ത് പാർക്കുകളും ബീച്ചുകളും ഉൾപ്പെടെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ ഇന്നും നാളെയും പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ സർക്കാർ ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം സ്വീകരിക്കാമെന്ന് നേരത്തെ തന്നെ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. മഴയിൽ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടിന് സമീപത്തോ ഡാമുകൾക്കരികിലോ കൂടി നിൽക്കുന്നതുൾപ്പെടെ കണ്ടെത്തിയാൽ 1000 ദിർഹം പിഴ ഈടാക്കും. അപകടകരമായ വാദികളിൽ പ്രവേശിച്ചാൽ 2000 ദിർഹം പിഴയും 23 ബ്ലാക്ക് പോയിന്റും 60 ദിവസം വരെ വാഹനം പിടിച്ചെടുക്കലും ശിക്ഷ ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിന് അറുതിയില്ല. മൂന്നാറിൽ കാട്ടാനക്കൂട്ടം കാറുകൾ തകർത്തു. മാട്ടുപ്പെട്ടി സ്വദേശി മഹാരാജയുടെ വാഹനങ്ങളാണ് തകർത്തത്. വയനാട് കൽപ്പറ്റ നഗരത്തിൽ കാട്ടുപോത്തിറങ്ങി. വാൽപ്പാറയിൽ മുതലയുടെ കടിയേറ്റ് 17-കാരന് പരുക്കേറ്റു.
ഇടുക്കി മൂന്നാറിൽ മാട്ടുപ്പെട്ടി ഫാക്ടറിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന 2 കാറുകൾക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത്. മാട്ടുപ്പെട്ടി സ്വദേശി മഹാരാജയുടെ കാറുകളാണ് തകർത്തത്. കാട്ടാനകൾ എത്തിയപ്പോൾ കാറിനുള്ളിൽ ആളുകളില്ലാതിരുന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ RRT സംഘം ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനകളെ നിരീക്ഷിച്ചു വരികയാണ്. അതിനിടെ വയനാട് കൽപ്പറ്റ നഗരത്തിൽ ഇന്നലെ രാത്രി കാട്ടുപോത്ത് ഇറങ്ങി. ബൈപ്പാസിലൂടെയാണ് കാട്ടുപോത്ത് നഗരത്തിലെത്തിയത്. വനമേഖലയിലേക്ക് കാട്ടുപോത്ത് മടങ്ങിയെങ്കിലും വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വാൽപ്പാറയിൽ 17-കാരന് മുതലയുടെ കടിയേറ്റു. മാനമ്പിള്ളിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ അജയെയാണ് മുതല കടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അജയെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. പുഴയിൽ കുളിക്കുന്നതിനിടെ മുതല കാലിൽ കടിക്കുകയായിരുന്നു. കരച്ചിൽ കേട്ടെത്തിയ പ്രദേശവാസികളാണ് യുവാവിനെ രക്ഷിച്ചത്. 24 തൃശൂർ. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ഇനി ഇപ്പോൾ കിട്ടിയത് കാണാം. ഗൂഗിൾ രവി എത്തും. നമസ്കാരം.